അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം തിരുവചനം. ബെത്ലഹേം സ്കൂൾ ഓഫ് ഗ്രേസ്. തൊടുപുഴയിൽ മുതലക്കോടം ഇടവകയിൽ ഞറുകുറ്റി എന്ന സ്ഥലത്ത് സോജി മരിയ ദമ്പതികളിലൂടെ ദൈവഹിതപ്രകാരം സ്ഥാപിതമായ ഒരു നഴ്സറി സ്കൂൾ. കതിരിൽ വളം വയ്ക്കുന്ന പരമ്പരാഗത സങ്കല്പങ്ങളെ ഉടച്ചു വാർത്ത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതവും അതോടൊപ്പം തന്നെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന എല്ലാ പാഠ്യവിഷയങ്ങളും സ്വായത്തമാക്കുകയും ചെയ്യുന്ന ഒരു ഹോം സ്കൂൾ. ഇപ്പോൾ 100-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രവർത്തന മേഖലകളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വാടക വീട്ടിൽ മുട്ടത്തായിരുന്നു. ആ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഉള്ളിലൊരു പ്രചോദനം വരിക. അപ്പം ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ ഗ്രാമം, കുഞ്ഞുങ്ങൾ നല്ലവരാണ്, അവരെ സ്നേഹിക്കുക എന്ന ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ ദൗത്യത്തെക്കുറിച്ച് ചിന്ത വരിക. പെട്ടെന്ന് ഉള്ളിൽ പറഞ്ഞ് ഈശോ ഉള്ളിൽ പറയുന്ന പോലെ അനുഭവപ്പെട്ടു, മോനെ നിന്നോട് എനിക്കെന്താ പറയാനുള്ളത്, അതുകൊണ്ട് അത് വന്ന് കേൾക്കുന്നു. ഞങ്ങൾ 2 പേരെയും ഒരു ധ്യാനത്തിലേക്ക് പോയി ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് ശരിക്കും കർത്താവ് പുതിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് തരാൻ തുടങ്ങി. ഒരു പഞ്ചായത്തിനെ ദത്തെടുത്ത് കുട്ടികളുടെ ഗ്രാമം എന്നൊരു പദ്ധതി ആരംഭിക്കാൻ വേണ്ടി, അപ്പോൾ അറക്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതും ആ സ്ഥലവും കുറേ ദൂരെ ആയിരുന്നുകൊണ്ട് ആ സ്ഥലത്ത് ഞങ്ങൾക്കൊരു വീട് വേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിട്ടിയ വീട്, അവിടെയുള്ള നാട്ടുകാർ തന്നെ അവിടെ നിന്നൊരു വീട് കണ്ടുപിടിച്ചു. അത് ഈ ജോസഫ് അച്ഛൻ്റെ വീടിന് അടുത്തായിരുന്നു. അങ്ങനെയാണ് അച്ഛനുമായിട്ട് പരിചയപ്പെടാനും ഈ ബെത്ലഹേമിലേക്ക് വഴി തുറക്കാനും ആ പ്രവർത്തനം കാരണമായി. അച്ഛൻ ഫാദർ ജോസഫ് പൊന്നിക്കപ്പടവിൽ, അച്ഛനാണ് ബെത്ലഹേം കുഞ്ഞുങ്ങളുടെ പറുദീസ എന്ന ഈ മിഷൻ്റെ സെറ്റിലർ. അച്ഛനിലൂടെയാണ് കർത്താവ് ഞങ്ങളെ ഈ ഒരു വഴിയിലേക്ക് നയിക്കാൻ കാരണമായത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ തന്നെ ഈ സ്കൂൾ കുഞ്ഞിനു വേണ്ടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് മുതൽ വ്യക്തിപരമായ പ്രാർത്ഥന, ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയ പ്രാർത്ഥനാനുഭവങ്ങളിലൂടെ കുട്ടിയുടെ ജനനം പൂർണ്ണമാകുന്നു. പുതിയതായി ഇവിടെ എത്തുന്ന കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്തുള്ള കുഞ്ഞു തൊട്ടിലിൽ കിടത്തി മറ്റു കുട്ടികളുടെ സാന്നിധ്യത്തിൽ സ്വീകരിക്കുന്നു. ഒരു കുഞ്ഞ് ഇവിടെ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബം ഈ സ്കൂളിൽ അംഗമായി എന്നാണ് അർത്ഥം. ഒരു കുഞ്ഞ് ഉദരത്തിലാകുമ്പോൾ തന്നെ അപ്പനും അമ്മയും കൈ ചേർത്ത് പിടിച്ച് തന്നെ പ്രാർത്ഥിക്കണം. ഇവിടെ ഞാൻ വന്നിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ, മൂത്ത കുട്ടി ഉണ്ടായപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ, എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസം മൂത്ത കുഞ്ഞിനുണ്ട്. പക്ഷേ രണ്ടാമതൊരു കുഞ്ഞുണ്ടായപ്പോൾ ദൈവം ഇങ്ങനൊരു സ്കൂളിലോട്ട് മൂത്ത കുട്ടി അയക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ഗർഭിണികളുടെ കൂട്ടായ്മ ഉണ്ടാകുകയും അതിൽ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുകയും സോജി ബ്രദറും മരിയമ്മച്ചിയും ഒരുപാട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുപാട് ആരാധനകളിൽ പങ്കെടുക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കാനും എനിക്ക് പറ്റി. അതിൻ്റെ ഫലമായി ഓരോ പ്രാർത്ഥനകളിലും ഓരോ ഘട്ടത്തും വരുന്ന സമയങ്ങളിലും കുഞ്ഞ് അനക്കം വെച്ച് വരുന്ന സമയത്ത് തൊട്ടും ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴും കൊച്ചു ഉദരത്തിൽ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടുന്ന ഒരു അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ഇവിടെ ചേർന്നതിന് ശേഷം ആത്മീയമായി വളരെ വളർച്ചയും ഇവിടുത്തെ അന്തരീക്ഷം എൻ്റെ കുഞ്ഞിനെ, എൻ്റെ കുടുംബത്തെ മാറ്റിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞ് ഇവിടുന്ന് ആദ്യ ബാച്ചിൽ പഠിച്ചു ഇറങ്ങിയ കുട്ടിയാണ്. ആ കൊച്ച് ഇവിടുന്ന് പോയ സെൻറ്റ് മേരീസ് LP സ്കൂളിൽ ചേരുകയും അവിടെ വന്ന ആ സ്കൂളിനുണ്ടായ ഇവിടുന്ന് നിന്ന ബാച്ചിലുള്ള പിള്ളേർ ചെന്നതിന് ശേഷം ആ സ്കൂളിൽ വളർച്ചയും അത് ഉറങ്ങിക്കിടന്ന സ്കൂളായിരുന്നു. ആ സ്കൂൾ അതിന് ശേഷം ഇപ്പോൾ ഉണർവിലേക്ക് എത്തുകയും എല്ലാവിധ ആത്മീയവും ഭൗതികമായ പിള്ളേരുടെ വളർച്ചയിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. കുട്ടികൾക്കുള്ള ശിക്ഷണം പൂർണ്ണമായി ഒഴിവാക്കി
അവരുടെ അഭിരുചിക്കനുസരിച്ച് വളർത്തുകയാണ് സ്കൂൾ ഓഫ് ഗ്രേസിൽ ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മാതാപിതാക്കളും കുട്ടികളോടൊപ്പം ഇവിടെ എത്തുന്നു. ബെത്ലഹേമി ക്യാമ്പുകൾ നടക്കാൻ തുടങ്ങിയ ശേഷം സ്കൂളുകളിൽ നിന്ന് നമ്മളെ അവിടെ ധ്യാനങ്ങൾക്ക് വിളിക്കാൻ തുടങ്ങി. സ്കൂളുകളിലും മറ്റ് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ബാലഭവനുകളിൽ വിവിധ പ്രശ്നങ്ങൾ അനുഭവിച്ച് വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാലഭവനുകളിൽ ക്യാമ്പുകൾക്ക് വിളിക്കാൻ തുടങ്ങി. അവിടെ എല്ലാം ചെന്നപ്പം കാണാൻ പറ്റിയത് കുഞ്ഞുങ്ങളുടെ നൊമ്പരം, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന അനേകം കുഞ്ഞുമക്കളെ കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അവരാശ്വസിപ്പിക്കപ്പെടുന്ന കണ്ടു. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ അവിടെ കാണില്ല, അവിടെ ഔസപിതാവും മാതാവും ഈശോയുടെ ഒരു സാന്നിധ്യം ശരിക്കും കുഞ്ഞുങ്ങൾ അനുഭവിച്ചിരുന്നു. അവർ ആ ഒരു സ്നേഹത്തിലേക്കും പിന്നീടൊരു പ്രതീക്ഷ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ ഭൂമിയിൽ വേണ്ടപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ ആളുകളുണ്ട്, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ട് എന്ന ഒരു ബോധ്യം ആ കുഞ്ഞുങ്ങൾക്ക് ക്യാമ്പുകളിലൂടെ കർത്താവ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾ എപ്പോഴും ഞങ്ങൾ എവിടെ ചെന്നാലും അത് കമ്മ്യൂണിറ്റി ഒന്നും നോക്കാതെ അവരവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞങ്ങളെ കാണാനും വിളിക്കാനും, പിള്ളേർ തന്നെ, ഞങ്ങൾ വിളിപ്പിച്ചില്ല, പിള്ളേർ തന്നെ അപ്പച്ച അമ്മച്ചി എന്ന് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയായുടെ പുസ്തകം 29 അധ്യായം 11 തിരുവചനം. ഈ വചനം ജീവിതത്തിൽ മാംസം ധരിച്ച കുടുംബജീവിതത്തെയാണ് നാം കൺമുൻപിൽ കാണുന്നത്. വിവാഹശേഷം 15 വർഷമായിട്ടും കുട്ടികൾ ജനിക്കാത്ത ഇവരെ ആ ഒരു കുറവ് ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ തന്നെ 100 കണക്കിന് കുട്ടികളുടെ അപ്പച്ചനും അമ്മച്ചിയുമാണിവർ. അപ്പച്ചനെന്നും അമ്മച്ചിയെന്നും വിളിക്കാൻ കുട്ടികളെ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് ദൈവം എത്രത്തോളമാണ് ഓരോ മനുഷ്യനെയും കരുതുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. നമുക്കേ അപ്പച്ചനെ അമ്മച്ചിനെ മരിയമ്മച്ചിനെയും കൂടെ വിളിച്ചാലോ, അലങ്കുട്ടൻ്റെ കൂടെ കേക്ക് മുറിക്കാൻ? എങ്കിൽ അപ്പച്ചനെ മരിയമ്മച്ചിനെയും വിളിച്ചേ. ബെത്ലഹേം കുഞ്ഞുങ്ങളുടെ പർദീസ ശരിക്കും അതിൻ്റെ തുടക്കത്തിൽ അവിടെ പിള്ളേർക്ക് ക്യാമ്പുകൾ മാത്രമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സമയം മുതൽ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ നേരെ അമ്മമാർ അവിടെ വന്നിട്ടുണ്ട്. കുട്ടികൾ 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ അവിടെ വരുന്നു. അങ്ങനെ സമൂഹത്തിൽ ആത്മഹത്യാ പ്രവണതയുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ സമൂഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ ഇതിലൂടെയല്ല ഈശോ മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾക്കിത് മനസ്സിലായില്ല, എന്തേ നമ്മളിതിന് വേണ്ടിയിട്ടല്ലോ ഇത് തുടങ്ങിയത്. ഇങ്ങനെ ഓരോന്നും ആരെയും തിരിച്ച് അയച്ചില്ല. എന്നുവെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് വരുമ്പോൾ അതിനെ തിരിച്ചു വിടുക എന്നുള്ള, ആ കുഞ്ഞ് എപ്പോഴും ഒരു അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിലും കരുതലിലും ആകണം എന്നുള്ള ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ആ കുഞ്ഞിന് അമ്മയും അപ്പനും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് അവരെ വഴി മാറ്റി വിടാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മനസ്സിലായത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇത് ശരിക്കും കർത്താവ് ഈ ഒരു കാലഘട്ടം എന്നതാണ് അല്ലെ നമുക്കറിയത്തില്ലായിരുന്നു. ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു, ലോകത്തിൻ്റെ അവസ്ഥ എന്താ, ഇത്രയും കുഞ്ഞുങ്ങൾ ഇത്രയും വേദനിക്കപ്പെടുന്നുണ്ട്, കുടുംബങ്ങൾ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ഈ കുഞ്ഞുങ്ങളിലൂടെ മാതാപിതാക്കൾ അവിടെ എത്തുന്നുണ്ട്, അവർക്ക് ഷെയർ ചെയ്യാനും ഒരു ആശ്വാസം ലഭിക്കാനും ഒക്കെ ആയിട്ട്. ഇവർക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. പക്ഷേ ഒരു കുറവും വരുത്താതെ ദൈവം ഇവരെ സംരക്ഷിച്ചു പോരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി ഇവരോടൊപ്പം പ്രവർത്തിക്കാൻ കുറച്ചാളുകൾ കൂടി ചേർന്നതോടെ സ്കൂൾ ഓഫ് ഗ്രേസ് വളരുകയായിരുന്നു. നമ്മൾ ഈ ഒരു ഗ്രേസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലവരും ഈ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള നന്മയെ, ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള നന്മ എന്ന് പറയുന്നത് അവനിലുള്ള ദൈവിക അംശമാണല്ലോ. ആ ദൈവികതയെ പുറത്തു കൊണ്ടുവരിക, അവനിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കാനായിട്ട് അവനെ പ്രാപ്തനാക്കുക. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ലക്ഷ്യം വെച്ചാൽ നമ്മുടെ ഈ ഗ്രേസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ
കുഞ്ഞുങ്ങൾ നമ്മളൊരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, ഒരിക്കലും അവരെ ഒരു രീതിയിലും പ്രഷർ ചെയ്യാതെ അവർ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവർ സ്വായത്തമാക്കേണ്ട കഴിവുകൾ അവർ സ്വായത്തമാക്കി അങ്ങനെ അവർ ഒരു ക്രിയേറ്റീവ് പേഴ്സൺസ് ആയിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അനുഭവിക്കാനും പറ്റുന്നത്, ഞങ്ങൾ ഈ 3-4 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഇളം പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സ്നേഹിക്കാനും അറിയാനും ആരാധിക്കാനും ഒക്കെയുള്ള ആ കുഞ്ഞുങ്ങളുടെ ഒരു നിഷ്കളങ്കമായ ആ തന്മയത്വത്തോടു കൂടി അവരുടെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഒരു പിടി കുഞ്ഞുങ്ങളെ കാണാൻ സാധിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നതും അതുപോലെ നമ്മളൊക്കെ ഈ മുതിർന്നവർ ചെല്ലാൻ മടി കാണിക്കുന്ന പ്രയേഴ്സൊക്കെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞു നാവുകളിലൂടെ അവർ ഉരുവിടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ഒരു സ്വപ്നം ഈ ഭൂമിയിൽ ആവിഷ്കരിച്ചു എന്നാണ് എനിക്ക് ഒരു വാക്കുകൊണ്ട് പറയാൻ സാധിക്കുന്നത്. ഒരു കുഞ്ഞ് എങ്ങനെയാണോ ശൈശവത്തിൽ തന്നെ ജ്ഞാനത്തിൽ വളരേണ്ടതെന്നും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ടതെന്നും അതുപോലെ തന്നെ സഹോദരങ്ങളെ പരസ്നേഹത്തിൽ എങ്ങനെ ആഴപ്പെടണമെന്നുള്ളതുമെല്ലാം ഈ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു സിസ്റ്റം 6 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ pre-KG, LKG, UKG, അതായത് പ്രീ സ്കൂൾ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ ഞങ്ങൾ 6 ഫേസ് ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിനെ തിരിച്ചാണ് ഈ ഗ്രേസ് എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ഫേസ് ആണ്, ഒരു ഹീലിംഗ് ഫേസ്. ആ ഒരു സമയം ഒരു 3 വയസ്സിൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തുന്നു. ആ ഒരു 6 മാസം 3 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെയുള്ള സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഒരു ഹീലിംഗ്, അവർക്ക് ഉള്ളിൽ അവർക്ക് വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മുറിവുകളും എല്ലാം ഉണങ്ങി അവരൊരു സന്തോഷമുള്ളൊരു വ്യക്തിത്വങ്ങളായിട്ട് ഈ ഒരു 6 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ഈ ഹീലിംഗ് ഫേസ് കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഈ ഹീലിംഗ് ഫേസ് കണ്ടിന്യൂ ചെയ്യും ജീവിതാവസാനം വരെ. എങ്കിലും ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ നടക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു 6 മാസം കൊണ്ട് നടക്കുന്നു. പിന്നീട് അവർ ഫേസ് 2 ആണ് ശരിക്കും നമ്മുടെ ഈ ഗ്രേസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലേക്ക് ഒരു കുഞ്ഞ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നത്. ഈ ഫേസ് 2-ന് മുൻപായിട്ടാണ് ഗ്രേസ് സെറിമണി എന്ന് പറഞ്ഞൊരു അനോയിൻറ്റിങ് സെറിമണി ഉണ്ട്. ആ ഒരു സെറിമണിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഗ്രേസ് ഡ്രസ്സ് കൊടുക്കും. ബ്ലൂവും റോസും കലർന്നിട്ടുള്ള ഒരു ഗ്രേസ് ഡ്രസ്സ് അച്ഛൻ വെഞ്ചരിച്ച് കുർബാന മധ്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം ഈ ഗ്രേസ് ഡ്രസ്സ് സ്വീകരിക്കുന്നതോടുകൂടി ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി തീരും. അതിനുശേഷം അവർ പിന്നെ ഒരു 6 മാസം ആ സെക്കൻഡ് ഫേസിൽ നമ്മളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കൺമണി ടെക്സ്റ്റ് ബുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരെ കൺമണി ടെക്സ്റ്റ് ബുക്കിലൂടെ പോവും. അവരവരുടെ ഈ ഒരു പ്രകൃതിയെ അറിയും, സൃഷ്ടാവിനെ അറിയും, ദൈവത്തെ അറിയും, ദൈവത്തെ സ്നേഹിക്കും, ദൈവം നമുക്ക് തന്നിട്ടുള്ള ദാനം എല്ലാമെന്നറിയും. അങ്ങനെ അവർ പ്രകൃതിയെ സ്നേഹിക്കണം. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് 1 and 2 ഫേസ് കടന്നതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ 3rd ഫേസിലേക്ക് 3rd and 4th ഫേസാണ് LKGക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു ഫേസിൽ കുഞ്ഞുങ്ങൾ അക്ഷരങ്ങൾ പയ്യെ റൈറ്റിംഗ് ലേണിംഗ് ബേസിക് സ്കിൽസ് ലേണിംഗ് സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം. അങ്ങനെ മറ്റു സ്കൂളുകളിലും നടക്കുന്ന എല്ലാ അക്കാഡമിക് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഈ കുഞ്ഞുങ്ങളും കടന്നു പോകുന്നു. എക്സ്ട്രാ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു രീതിയിലും പ്രഷർ ചെയ്തോ അവർക്ക് പറ്റുന്നത് അവർ ചെയ്യുന്നു. പലതും അവർ സ്വായത്തമാക്കുക, അവരിങ്ങനെ റോഡ് ലേണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി അവർ തനിയെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിൽ അവർ തനിയെ സ്വായത്തമാകുന്നു. അതിനൊരു ഹെൽപ്പേഴ്സായിട്ട് മാത്രമാണ് നമ്മുടെ ഈ സ്കൂളിലുള്ള ടീച്ചേഴ്സും മറ്റ് സംവിധാനങ്ങളും എല്ലാം. ഈ കുട്ടികൾ വഴി കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഏറെ പ്രധാനപ്പെട്ടത്. സ്കൂൾ ഓഫ് ഗ്രേസിൽ നിന്നും പുറത്തു വരുന്ന കുട്ടികൾക്ക്
സമൂഹത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 16-ാം തിരുവചനം. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. ഞാൻ സിസ്റ്റർ മേരി ജയന്ന, കുന്നന്താനം ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഇപ്പോൾ ഒരു സിസ്റ്ററായി നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഈ ഭവനത്തിൽ ഒരാദ്യത്തെ മകൾ എന്ന നിലയിൽ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. കാരണം ഈശോയുടെ വലിയൊരു സ്നേഹം ഈ ഭവനത്തിലൂടെ എൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. ഏകദേശം 9-ാം ക്ലാസ്സിലാണ് ഞാൻ ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അന്നേ ദിവസം മുതൽ ഈ ഭവനത്തെ സ്വന്തം ഭവനമായ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. സ്നേഹമുള്ള ഒരപ്പനെയും അമ്മയെയും സോജി ബ്രദറിലൂടെയും മരിയ ചേച്ചിയിലൂടെയും ഞങ്ങൾക്കിവിടെ ലഭിച്ചു. ഏകദേശം 30 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു ബ്ലോസം മിഷൻ എന്ന ദൗത്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. വിശുദ്ധ കൊച്ചുതെരേസയുടെ മാതാപിതാക്കളെയും സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചുകൊണ്ടുള്ള ആ ഒരു ദൗത്യത്തിൽ ശരിക്കും എൻ്റെ വിളി ജീവിതത്തിലേക്ക് തന്നെ കർത്താവ് ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നിന്ന് ക്യാമ്പുകളിലും പുറമെ ഇടവകകളിലും സ്കൂളുകളിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനും മധ്യസ്ഥ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങിലൂടെയെല്ലാം അവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനുള്ള വലിയൊരു അവസരം ഈ ഒരു ഭവനത്തിലെ ശുശ്രൂഷയിലൂടെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരികയായിരുന്നു. ഇന്നിവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഈശോയുടെ ഒരു വലിയ സ്നേഹം അനേകർക്ക് കൊടുക്കണമെന്നൊരു തീക്ഷ്ണത എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ നിന്ന് ലഭിച്ച ഒരു ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ ധ്യാനത്തിലൂടെയും പരിശീലനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എൻ്റെ പേര് പ്രീമ പോൾ. ഞാനിപ്പോൾ 4ാം വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ ബത്ലഹേമിലോട്ട് വരുന്നത്. അന്ന് ഞാൻ വരുമ്പോൾ ഇവിടെ 4 പേര് ചേർന്ന് 4-5 കുട്ടികൾ ചേർന്നൊരു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും ഇങ്ങോട്ട് വരണമെന്ന് സോജി ചേട്ടനും മരിയ ചേച്ചിയും പറഞ്ഞതിൻ്റെ എന്താണെന്ന് അറിയാം എന്നൊരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നു തുടങ്ങിയതാണ്. അതിനുശേഷം ഞങ്ങൾ കൂട്ടുകാർ ഇവിടെ അയൽപക്കത്തുള്ളവർ ഇവിടെ തൊട്ടടുത്തുള്ള കുറച്ച് കുട്ടികൾ കൂടിച്ചേർന്നിരുന്ന് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിന് മാറാനാത്ത എന്ന പേര്, കർത്താവെ വരണമേ എന്ന പേരിൽ ആ ഗ്രൂപ്പ് അറിയപ്പെടാൻ തുടങ്ങി. അതിനുശേഷം ഒരു വർഷത്തോളം നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ബ്ലോസം മിഷൻ എന്ന ഒരു പുതിയ തുടക്കം തുടങ്ങുന്നത്. അതിന് ഒരുപാട് കുട്ടികൾ ഈ ഇടവകയിൽ നിന്നും മുതക്കോട് ഇടവകയിൽ നിന്നും പുറത്തു നിന്നുമായിട്ട് ഒരുപാട് കുട്ടികൾ, കൗമാരപ്രായക്കാരായ കുട്ടികൾ അതിലേക്ക് വന്നു ചേരുകയും അതിൻ്റെ ഭാഗമായിട്ട് കൗമാരപ്രായത്തിൻ്റെ വിശുദ്ധി എന്നൊരു രീതിയിലേക്ക് ഞങ്ങളതിനെ ആലോചിച്ച് തുടങ്ങി. അപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരു ആലോചനയാണ് ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടികൾ മുതൽ കൗമാരപ്രായം കഴിയുന്നത് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത്. അന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് എത്രത്തോളം മുന്നോട്ട് പോകും, എങ്ങനെയാണ് അത് കർത്താവ് നയിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. 4-5 വർഷത്തെ ഇവിടുത്തെ പ്രവർത്തനത്തിന് ശേഷം എൻ്റെ +2 ജീവിതത്തിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ അന്നും അറിയില്ലായിരുന്നു ബ്ലോസം മിഷൻ ഇവിടെ വിട്ടിട്ട് പോകുമ്പോൾ അറിയത്തില്ലായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുമെന്നൊന്നും. പിന്നീട് പഠിക്കാനായി മറ്റൊരു നാട്ടിലോട്ട് ചെന്നപ്പോഴാണ് ഇവിടെ നിന്ന് കേട്ട കാര്യങ്ങളും എല്ലാം എന്നിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തൻ്റേതായൊരു വ്യക്തിത്വത്തിൽ തൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ടും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടും അന്യനാട്ടിൽ നിൽക്കുമ്പോഴും എന്നെ സഹായിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു തന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ പരിശീലനം എന്നെ സഹായിച്ചു എന്ന് വേണം പറയാൻ. ഇന്ന് സ്കൂൾ ഓഫ് ഗ്രേസ് കാണുമ്പോൾ ഞങ്ങളന്ന് ഗർഭസ്ഥാവസ്ഥയിൽ മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കർത്താവ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അന്നത്തെ പ്രാർത്ഥന വെറുതെ ആയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൗമാരപ്രായത്തിൽ കിട്ടിയ ആ ഒരു പരിശീലനം എൻ്റെ ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട്, പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാനായിട്ട് എന്നെ ഇത്രത്തോളം സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്ര ചെറുപ്പത്തിലെ ഈ 3-4 വയസ്സിലെ ഈശോയെ പറ്റി അറിയുന്നവർ ഇതിൻ്റെ എങ്ങനെ ഈശോയായിട്ട് ചേർന്ന് നിൽക്കണമെന്ന് മനസ്സിലാക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വലിയൊരു മാറ്റം വരുത്തുവാനായിട്ട് സ്കൂൾ ഓഫ് ഗ്രേസിന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ടിയാണ് ഈശോ ഇത് തുടങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ ഫാദർ ജോർജ് ഓലിപ്പുറം. അച്ഛൻ ഈ ബെത്ലഹേം കുഞ്ഞുങ്ങളുടെ പർദീസ 12 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുമ്പം
ഞങ്ങളുടെ ഇടവകയുടെ വികാരിയച്ഛനായിട്ടാണ് അച്ഛനെ ആദ്യം ഞങ്ങൾ പരിചയപ്പെടുന്നത്. എന്നാൽ അന്ന് മുതൽ ഈ ഭവനത്തിന് ഒരു ആത്മീയ പിതാവായിട്ട് അച്ഛൻ കൂടെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സ്കൂൾ ഓഫ് ഗ്രേസ് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു പദ്ധതിയാണ്. നീണ്ട വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ അനുഭവസമ്പത്തിലൂടെ ദൈവത്തിന് വേണ്ടി മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലം എന്നതാണ് സ്കൂൾ ഓഫ് ഗ്രേസ്. പരിശുദ്ധ അമ്മയുടെ ചൈതന്യം നിറഞ്ഞ ഒരു സ്ഥലം. ഇത് ബെത്ലഹേം കുട്ടികളുടെ വർദ്ധിച്ചാണ്. കുട്ടികൾ കുടുംബങ്ങളിൽ ജനിക്കുന്നു. ഈ കുട്ടികളിലൂടെ കുടുംബങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സ്കൂളാണിത്. കുട്ടികളോട് വരുന്നു, അതോടൊപ്പം തന്നെ കുട്ടികൾ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും വിശ്വാസ ജീവിതം നയിക്കാനും പഠിക്കുന്നു. അവരിലൂടെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകുന്നു. മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. വീക്കെൻഡിൽ ഈ മാതാപിതാക്കളെയും കുട്ടികളെ ഒരുമിച്ചുകൂടെ കൂട്ടിയിട്ട് അവരെയും പ്രേക്ഷിതരാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ സുവിശേഷ ജോലിയാണ് സോജി മരിയ ദമ്പതികളോട് ചെയ്യുന്നത്. ദൈവപരിപാലനയാണ്. 10 പൈസ കയ്യിലില്ലാത്ത സോജി മരിയ ദമ്പതികൾക്ക് സ്ഥലവും വീടും ഭക്ഷണവും ഇതിനുവേണ്ടി യൂണിഫോമും എല്ലാം ദൈവം കൊടുക്കുന്നു. ഇവിടെ 10 പൈസ ഫീസ് മേടിക്കുന്നില്ല. എല്ലാം യൂണിഫോമും ബാക്കി കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുന്നത് ദൈവമാണെന്ന്. ദൈവത്തിന് ഇടപെടലില്ലാതെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത വണ്ണം സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവപരിപാലനയിൽ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ വേദി ഒരുക്കുന്ന മനോഹരമായ ദൈവാനുഭവത്തിൻ്റെ ഒരു സ്ഥലമാണ് സ്കൂൾ ഓഫ് ഗ്രേസും ഈ ബെത്ലഹേം സ്കൂളും. ഈ കുടുംബം സ്വന്തം സന്തോഷവും വരുമാന മാർഗങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് ദൈവഹിതപ്രകാരം ജീവിച്ചപ്പോൾ അതനേകം കുഞ്ഞുങ്ങൾക്ക് ആശ്വാസവും അതുവഴി ഒരു സമൂഹത്തെ തന്നെ പുതിയ പ്രത്യാശയിലേക്ക് നയിക്കാൻ ഉതകുന്നതുമായി തീർന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. മാറ്റം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും, ഓരോ സമൂഹത്തിനും.